ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. സോ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ആദ്യം മുതൽ അവസാനം വരെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. സോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മൊത്തം നമുക്ക് ഒരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിന്ന് വരുള്ളൂ. അതുകൊണ്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോയാൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? സിമ്പിൾ ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്, ആക്യുറസി ആൻഡ് സ്പീഡ്, സ്കെയിലബിലിറ്റി, റിലയബിലിറ്റി, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, ഇംപ്രൂവ്ഡ് ബിസിനസ് പെർഫോമൻസ്. ഇതിൻ്റെ കമ്പോണൻസ് ഒരു 5 കമ്പോണൻസ് ആണുള്ളത്. ഡേറ്റ, പ്രൊസീജിയർ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, യൂസേഴ്സ്. ദെൻ ഗ്രൂപ്പിങ്ങിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടേക്ക് വരുമ്പോൾ സീക്വൻഷ്യൽ കോഡ്സ്, ടൈപ്സ് ഓഫ് കോഡ്സ് ചോദിക്കാറുണ്ട്. സീക്വൻഷ്യൽ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓർഡറിൽ CM001, CM002 അങ്ങനെ ഒരു നമ്പേഴ്സോ ലെറ്റേഴ്സോ അസൈൻ ചെയ്ത് ഒരു കോൺസിക്യൂട്ടീവ് ഓർഡറിൽ പോകുന്നതാണ് സീക്വൻഷ്യൽ കോഡ്. ബ്ലോക്ക് കോഡ് എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിന് ഇത്ര ബ്ലോക്കിലായിരിക്കും. 1001 to 1999 വരെ ടെലിവിഷൻ, ദെൻ ഇത്ര മുതൽ ഇത്ര വരെ മൊബൈൽ ഫോൺ. അങ്ങനെ ബ്ലോക്കായിട്ട് നമ്മൾ റേഞ്ച് ഓഫ് നമ്പേഴ്സാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. നിമോണിക് കോഡ്സ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്സോ അബ്രിവേഷൻസോ ഒക്കെ ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യാം. സെയിൽസ് ജേണലിന് SJ, ക്യാഷ് ബുക്കിന് CB അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് മെറിറ്റും ഡിമെറിറ്റും നിങ്ങൾക്ക് തനിയെ എഴുതാവുന്നതാണ്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഈസിലി ജനറേറ്റ് ചെയ്യാൻ പറ്റും റിപ്പോർട്ട്, ടൈം സേവ് ചെയ്യാം, കോസ്റ്റ് സേവ് ചെയ്യാം, കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്, ട്രാൻസ്ഫറബിലിറ്റി ഉണ്ട്. ഡിമെറിറ്റ് എന്ന് വെച്ചാൽ ട്രെയിനിങ് കോസ്റ്റ് കൂടുതലാണ്, പിന്നെ സ്കിൽഡ് പേഴ്സണിനെ കിട്ടണം, ടെക്നോളജിയുടെ പ്രോബ്ലം വരുന്നുണ്ട്, ഡാറ്റ സ്റ്റീൽ ചെയ്യാനുള്ള ചാൻസസ് വരുന്നുണ്ട്, അതെല്ലാം കേട്ടോ. പിന്നെ സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് പിന്നെ ചോദിക്കാവുന്ന സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാം. പിന്നെ അതിൽ ഡിഫറെൻറ്റ് കമ്പോണൻസ് എന്താണ് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ സെൽ അഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ആ ഫോർമുലയാണ് സെൽ റെഫറൻസ്. അത് റിലേറ്റീവ്, ആബ്സല്യൂട്ട്, മിക്സഡ് ഉണ്ട്. റിലേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്ത് വേറെയിലേക്ക് പേസ്റ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് അതിൽ മാറ്റം വരും. പക്ഷേ ആബ്സല്യൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ മാറ്റം വരില്ല. അതിനുവേണ്ടി നമ്മൾ $സൈൻ യൂസ് ചെയ്യും. മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ആബ്സല്യൂട്ടും കൂടി ചേർന്നതാണ്. പിന്നെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ഡേറ്റ് ആൻഡ് ടൈം, മാത്തമാറ്റിക്കൽ, ടെക്സ്റ്റ്, ലോജിക്കൽ, ലുക്കപ്പ്, ഫിനാൻഷ്യൽ, ഇതെല്ലാം പഠിക്കണം കേട്ടോ. അതെന്തായാലും വളരെ പ്രധാനപ്പെട്ട. കൗണ്ടിൻ്റെയൊക്കെ എല്ലാ സിൻടാക്സും പഠിച്ചു വെക്കണം. കൗണ്ടിൻ്റേത് പഠിക്കണം കേട്ടോ. പിന്നെ സ്പ്രെഡ്ഷീറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക, എത്ര വർക്ക്ഷീറ്റ് ഉണ്ട്, വർക്ക് ബുക്ക് ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കി വെക്കണം. പിന്നെ നമുക്ക് അടുത്തത് പിന്നെ നിങ്ങൾ പഠിക്കുന്നത് പേറോൾ അക്കൗണ്ടിങ്ങിൽ നിന്ന് ഈ ഒരു ചോദ്യം ഉണ്ടാവും. അതായത് ബേസിക് പേ, ഗ്രോസ് പേ, നെറ്റ് പേ ഒക്കെ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് അത് ചോദിക്കുക. അതെന്തായാലും പഠിക്കണം കേട്ടോ. നിങ്ങൾ എന്തായാലും പ്രാക്ടിക്കൽസ് കഴിഞ്ഞവരല്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ടാവും. SLN-ഉം DBയുടെയും സിൻടാക്സും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സിൽ നിന്ന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. സോ ഡിഫറെൻറ്റ് ചാർട്ട്സ് ഏതൊക്കെയാണെന്നും ചാർട്ട്സിൻ്റെ അഡ്വാൻറ്റേജ് അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. പിന്നെ നമുക്കുള്ളത് GNU ഖാത്തയിൽ നിന്ന് GNU ഖാത്ത ഓപ്പൺ ചെയ്യുന്നത്, അത് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ വൗച്ചർ എൻട്രീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ്സ് ഒക്കെ അത് പഠിക്കണം. പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് വൗച്ചേഴ്സിൻ്റെ ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം പഠിച്ചു വയ്ക്കണം. സോ കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിന്ന് അത്രയും പഠിച്ചാൽ മതി കേട്ടോ.